നിസ്കരിക്കുന്ന ബാപ്പയുടെ മോള, നിസ്കരിക്കുന്ന ഉമ്മയുടെ മോള, തറവാടിത്തം പറയുന്നവരാ, തൗഹീദ് പറയുന്നവരാ, ഓർമ്മ വേണം. അവനവന്റെ പുരയിടത്തില് ഈ പഞ്ചഹറാമ് വലിച്ചിറക്കി കൊടുക്കുമ്പോ ആലോചിച്ചിട്ടില്ലല്ലോ പടച്ച റബ്ബിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായി പോകേണ്ടി വരുമെന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞ ഇവിടെ പറയാ, ഇന്ന് ഈ സദസ്സിൽ ഈമാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊരയിൽ ചെന്ന വലിച്ചിട്ടൊരൊറ്റ ഇനി വേണ്ട, ഈ മാസത്തെ ഫീസ് കൊടുത്താളെ അടുത്ത മാസം ഈ ഹറാം പറപ്പ് ഇവിടെ വേണ്ട. അപ്പൊ ഒരു പൊട്ട ന്യായീകരണം ചെയ്ത് അങ്ങനെ തോണ്ടിക്കൊടുക്കും. എടാ ന്യൂസ് ഇല്ലേ കണ്ടൂടേന്ന്? നമ്മള് മുഴുവൻ ന്യൂസ് അല്ലേ കാണല്ലേ? ഇത് പറഞ്ഞോന്നോട് പറയാം, അതിലും നിങ്ങൾ പറഞ്ഞ സത്യാണ്. ഇതേ ഡയലോഗാ ഞാൻ പറഞ്ഞത്. ന്യൂസ് അല്ലേ? അല്ല മൗലവിയെ, ന്യൂസ് മാത്രല്ല, പാതിരാത്രി ജോലി കഴിഞ്ഞ് വരികയാ ഒരു ഡോക്ടറാണത്, ആയുർവേദ ഡോക്ടർ. അദ്ദേഹം പറയാ ജോലി കഴിഞ്ഞ് വരും. അപ്പൊ ഞാനും എന്റെ ഭാര്യയും സംസാരിക്കാനിരിക്കും. സ്വാഭാവികമായും എന്റെ കയ്യിൽ റിമോട്ട് വരും. പാതിരാത്രി 11 മണി വരെ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരും പിന്നെ അതിന്റെ മുമ്പിലാ. എത്ര ആളുകൾ പറഞ്ഞ അനുഭവം. ഞാൻ പറഞ്ഞ ഡോക്ടർ വലിച്ചിട്ട് അനുഭവം പറഞ്ഞതിനാ. അദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ അനുഭവം പറയാറുണ്ട്. ഞാൻ തുറന്നു പറയാം, നമ്മുടെ ഒന്നും പൊരയിടത്തിൽ ഈ ഹറാം പറപ്പ് വലിച്ചിറക്കരുത്. നമ്മൾ അള്ളാനെ കാക്കണം, അള്ളാനെ സൂക്ഷിക്കണം.